ാണ് സുപ്രീം കോടതി പ്രധാനമായും പരിശോധിക്കുക. 2014 ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യത്തിൽ ഈ കരാറിന് സാധുതയുണ്ട് എന്നതാണ് വിധിച്ചിരുന്നത്. അത് തമിഴ്നാടിന് പൂർണ്ണമായും അനുകൂലമായൊരു വിധി പ്രസ്താവമായിരുന്നു. അക്കാര്യത്തിൽ ഉൾപ്പെടെ ആണ് ഇപ്പോൾ പുനഃപരിശോധന ഉണ്ടാകുന്നത്. അത് കേരളത്തിന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മുല്ലപ്പെരിയാർ പാർക്കിംഗ് കേസുമായി ബന്ധപ്പെട്ട ആ വാദത്തിന്റെ ഭാഗമായാണ് ഈ കരാറിൽ തന്നെ ഒരു പരിശോധന നടത്തുന്ന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോയത്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് കേരളം മെഗാ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നുണ്ട്. അതിനെതിരെ സുപ്രീം കോടതിയിൽ തമിഴ്നാട് എതിർപ്പുന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഉത്തരവിലാണ് ഈ പാട്ടക്കരാർ തന്നെ പരിശോധിക്കും എന്നത് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അനൂപ് പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം തമിഴ്നാട് കൊണ്ടുപോകുമ്പോഴും മുല്ലപ്പെരിയാറിന്റെ കാലപ്പഴക്കത്താൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കേരളത്തിൽ ഉണ്ടാകുന്ന അപായ സാധ്യത, അതായിരുന്നു കേരളത്തിന്റെ വലിയ ആശങ്ക. അത് കേരളം എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ളതാണ്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ വീണ്ടും